ഇപ്പോൾ ലങ് ക്യാൻസറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്റ്റേജസ് എന്ന് പറയാൻ പറ്റും? ലങ് ക്യാൻസറിന് 4 സ്റ്റേജായിട്ടാണ് പൊതുവെ തിരിച്ചിരിക്കുന്നത്. ലങ് ക്യാൻസർ തന്നെ പൊതുവെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് സ്മോൾ സെൽ ലങ് ക്യാൻസർ, വേറൊന്ന് നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ. ഇങ്ങനെയാണ് നേരത്തെ തിരിച്ചിരുന്നത്. ഇപ്പം പുകവലി വളരെ കോമൺ ആയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്മോൾ സെൽ ലങ് ക്യാൻസർ 20%ഓളം, മറ്റ് നോൺ സ്മോൾ ലങ് ക്യാൻസർ ഒരു 80%ഓളം ഉണ്ടായിരുന്നു. ഇന്ന് പുകവലി കുറയുകയും ഫിൽറ്റേർഡ് സിഗരറ്റ് വരികയും ചെയ്തതിന് ശേഷം സ്മോൾ സെൽ ലങ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറവാണ്. ഈ ഫിൽറ്റേർഡ് സിഗരറ്റ് ഉപയോഗിച്ചാൽ ഇത് അതങ്ങനെയില്ല. ഫിൽറ്റേർഡ് സിഗരറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ഹെവി ലാർജ് പാർട്ടിക്കിൾസും അതിൻ്റെ ടോക്സിറ്റിയും പ്രോക്സിമൽ പാർട്ട് ഓഫ് ദ ട്രക്കിയയിലും ലങ്സിലും വന്നിട്ട് കൂടുതലായിട്ട് സ്ക്വാമസ് സെൽ കാർസിനോമയും സ്മോൾ സെൽ ലങ് ക്യാൻസറാണ് വരുന്നത്. ലങ് ക്യാൻസറിനുള്ള ടെസ്റ്റ് എന്താണ് ശരിക്കും തിരിച്ചറിയുന്നത്? ലങ് ക്യാൻസറിന് അങ്ങനെ ഒരു ടെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ബയോപ്സി എടുക്കും. ലങ് ക്യാൻസറിനായിട്ട് ഒരാൾക്ക് വിട്ടുമാറാത്ത ചുമ, രക്തം തുപ്പുക, അതല്ലെങ്കിൽ ന്യൂമോണിയ, റിക്കറൻറ്റ് ന്യൂമോണിയ വരിക, ഇങ്ങനെയെല്ലാം വന്നാൽ നമ്മൾ വെറുതെ വിടരുത്. ലങ് ക്യാൻസർ ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യണം, അത് റൂൾ ഔട്ട് ചെയ്യണം. കൂടാതെ ഇന്ന് ഇന്ത്യയിൽ ട്യൂബർക്കുലോസിസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസറാണ്. അപ്പോൾ ട്യൂബർക്കുലോസിൻ്റെ സിംറ്റമും ഈ ചുമയുടെയും സിംറ്റംസും ഈ ലങ് ക്യാൻസറിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ വ്യത്യാസം വരാറില്ല. പലപ്പോഴും സംഭവിക്കുന്ന ഒരു ലീഷൻ ലങ്സ് കണ്ടു കഴിഞ്ഞാൽ, എക്സ്റേ പോലും കണ്ടാൽ എംപെരിക്കലി ട്യൂബർക്കുലോസിനുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഒരു സോളിഡ് ലീഷൻ കാണുകയാണെങ്കിൽ അത് ബയോപ്സി എടുത്ത് നോക്കിയതിന് ശേഷമേ നമ്മൾ TB മറ്റ് മരുന്നുകൾ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കാറുള്ളൂ.